Dear students, welcome back. Next program, to copy the content of a file to another file. അത് നമ്മളൊരു ടെക്സ്റ്റ് ഫയലിൻ്റെ കണ്ടന്റ് മറ്റൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള പ്രോഗ്രാം നമുക്ക് പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ്, അതായത് ഫയൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. include stdlib.h, then നമുക്കൊരു CLR SCR ഒക്കെ കൊടുക്കണമെങ്കിൽ conio.h കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് conio.h. അപ്പോൾ ഇതിൽ stdlib.h നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന exit0 ഫങ്ഷൻസ്, അതുപോലെ getC ഫങ്ഷൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷനാണ്. ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് stdlib യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ void main. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് രണ്ട് ഫയൽ പോയിന്റേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അതിൽ ഫസ്റ്റ് വൺ ഡെസ്റ്റിനേഷൻ ഫയലിന് വേണ്ടിയിട്ടും സെക്കൻഡ് സോഴ്സ് ഫയലിന് വേണ്ടിയിട്ടും അല്ലേ. ഫയൽ സ്റ്റാർ fp1 സ്റ്റാർ fp2, സ്മോൾ ലെറ്റർ fp1 സ്റ്റാർ fp2 രണ്ട് ഫയൽ പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്തു. ദെൻ നമുക്ക് ഇനി വേണ്ടത് ക്യാരക്ടർ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ ടൈപ്പിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് ഏത് ഫയലിൽ നിന്ന് ഏത് ഫയലിലേക്കാണ് കോപ്പി ചെയ്യേണ്ടതെന്നുള്ളത് വേണം. അതായത് സോഴ്സ് ഫയൽ നെയിം വേണം, സോഴ്സ് ഫയൽ നെയിമും ദെൻ ഡെസ്റ്റിനേഷൻ ഫയൽ നെയിം വേണം. അപ്പോൾ ഇത് രണ്ടും ഫയൽ നെയിംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫയൽ നെയിം ക്യാരക്ടർ ടൈപ്പാണ്, ക്യാരക്ടർ ടൈപ്പ് അറേയാണ്. അപ്പോൾ ക്യാരക്ടർ ടൈപ്പ് അറേ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊന്ന് സേവ് ചെയ്തേക്കാം. fcopy.c, ഫയൽ കോപ്പി എന്നുള്ളതിന് fcopy എന്ന് പേര് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി വേണ്ടത് എന്താണ്? നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഏത് ഫയലാണ് നമുക്ക്, ഏത് ഫയലിനെയാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്? എൻ്റെ സോഴ്സ് ഫയൽ നെയിം, സോഴ്സ് ഫയലിൻ്റെ നെയിം എന്താണെന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റീഡ് ചെയ്യുക %s സോഴ്സ് ഫയലിന് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ സോഴ്സ് ഫയൽ എക്സിസ്റ്റിംഗ് ആണോ നോക്കണം. സോഴ്സ് ഫയൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ മറ്റു ഫയലിനകത്തേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യണേ. ഓപ്പൺ ഫയൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോഴ്സ് ആണ്, സോഴ്സ് നമുക്ക് ഏത് മോഡലാണ്, റീഡ് മോഡലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇഫ് നോട്ട് fp, ഫയൽ പോയിന്റർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഫയൽ പോയിന്ററിന്റെ വാല്യൂ നൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം? സോഴ്സ് ഫയൽ printf source file open. സോഴ്സ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് വന്നിരിക്കണം? എറർ വന്നിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് ബാക്കി പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തേക്ക്, അതോടെ exit0 കൊടുത്തു. അപ്പോൾ ഇനി സോഴ്സ് ഫയലിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡെസ്റ്റിനേഷൻ ഫയൽ ഏതാണെന്നുള്ളത് റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് ഫയൽ ഓക്കെ ആണെങ്കിൽ എന്ത് കൊടുക്കാം? printf/end ഡെസ്റ്റിനേഷൻ ഫയൽ നെയിം. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഫയലിൻ്റെ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മളതിന് റീഡ് ചെയ്യുന്നു. scanf %s destination. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫയലും എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഇവിടെ fopenൽ fp എന്നേ ഉള്ളൂ, fopen. ഓക്കെ, എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫയൽ ഓവർറൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം എക്സിസ്റ്റിംഗ് ആണോ നോക്കാൻ വേണ്ടി ഇതിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ എക്സിസ്റ്റിംഗ് ആണോ നോക്കാൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാനുള്ള കാരണം, റീഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് അല്ല,
അതായത് ഓവർറൈറ്റ് ചെയ്ത് പോയില്ല, ജസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്യാം. പക്ഷെ നമ്മളിതിനെ ആദ്യം തന്നെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനായിട്ടും എന്ത് ചെയ്ത് പോകും, ഓവർറൈറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാത്തത്. ഓക്കെ, ഇതിനെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. if fp ഫയൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ എന്നാണ് നമുക്കിവിടെ നോക്കേണ്ടത്. if fp ആണെങ്കിൽ എന്ത് ചെയ്യണം, യൂസറിനോട് നമ്മൾ പ്രിന്റ് ചെയ്യണം /n ഡെസ്റ്റിനേഷൻ ഫയൽ. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഫയലിന്റെ പേര് കൂടി കൊടുക്കാം. ഡെസ്റ്റിനേഷൻ ഫയൽ %s is already existing. Do you want to overwrite it? Yes or no? അപ്പോൾ നമ്മൾ ഓവർറൈറ്റ് ചെയ്യണം വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഓവർറൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ CH എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് CH = get CHE എന്ന് പറഞ്ഞു. get CHE or get CHAR കൊടുക്കാം. ഇവിടെ ഞാൻ get CHE കൊടുത്തു. അപ്പോൾ ഇനി നമ്മളിവിടെ നോക്കണ്ടേ, if CH equal to yes no, if CH നോട്ട് ഈക്വൽ ടു യെസ്, അതായത് യെസ് അല്ല എങ്കിൽ നമുക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എന്താണ്, ഡെസ്റ്റിനേഷൻ ഫയൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, അതിന് നമ്മൾ ഓവർറൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഫയൽ കോപ്പി എന്ന് പറയുന്ന ഓപ്പറേഷൻ നടക്കില്ല. അതുകൊണ്ട് CH നോട്ട് ഈക്വൽ ടു യെസ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി CH ഈക്വൽ ടു ആയാലും എന്തായാലും നമുക്ക് ഫയൽ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ഫയലിനെ ഒന്ന് ക്ലോസ് ചെയ്തേക്കണം. കാരണം ഇത് റീഡ് മോഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ്. നമുക്ക് ശരിക്കും വേണ്ടത് ആ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വേറൊരു മിസ്റ്റേക്ക് കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ ഫയൽ പോയിന്ററിൻ്റെ പേര് FP എന്നല്ല, FP1 ദെൻ സെക്കൻഡ് ഫയലിൻ്റെ പേര് എന്താണ്, FP2 ആണ്. അപ്പോൾ ആ ഒരു കറക്ഷൻ കൂടി നടത്തണം. ഓക്കെ, FP1 ദെൻ FP2. ഇവിടെ F ക്ലോസ് ഏതാണ്, ഫയൽ പോയിന്റ് 2 ക്ലോസ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ FP2 ദെൻ F ക്ലോസ് FP2 ചെയ്തു. യെസ് ആണെങ്കിൽ എക്സിറ്റ് 0 കൊടുത്തു, നോട്ട് ഈക്വൽ ടു യെസ് ആണെങ്കിൽ എക്സിറ്റ് 0 കൊടുത്തു. അപ്പോൾ ഈക്വൽ ടു യെസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഫയലിനെ വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ചെയ്യണം. FP2 ഈക്വൽ ടു F ഓപ്പൺ ഡെസ്റ്റിനേഷൻ ഫയൽ ഇൻ റൈറ്റ് മോഡ്. ഡെസ്റ്റിനേഷൻ ഫയലിനെ നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ ഫയൽ റൈറ്റ് മോഡിലും സോഴ്സ് ഫയൽ റീഡ് മോഡിലും ഉണ്ട്. അപ്പോൾ സോഴ്സ് ഫയലിനെ റീഡ് ചെയ്ത് ഡെസ്റ്റിനേഷൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാം, while CH equal to get C of FP1. FP1 എന്ന് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ഗെറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ. എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞാൽ ഗെറ്റ് സി റീഡ് ചെയ്ത് കഴിയുന്ന വാല്യൂ EOF എൻഡ് ഓഫ് ഫയലിൽ എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഫയലിൻ്റെ ഓരോ ഫയലിന് റീഡ് ചെയ്ത ഓരോ ക്യാരക്ടറിനെയും നമ്മൾ എന്ത് ചെയ്യണം, പുട്സി ഫംഗ്ഷൻ കൊടുക്കുക. പുട്സി എന്താണ്, നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത് CHൻ്റെ വാല്യൂ ഏതിനകത്തേക്കാണ്, FP2-നകത്തേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്പോൾ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽ FP1 ആണ്. ദെൻ FP2 എന്ന് പറയുന്നത് റൈറ്റ് മോഡിലാണ്. ഈ രണ്ട് ഫയൽസിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. F ക്ലോസ് FP1 ആൻഡ് F ക്ലോസ് FP2. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ ഈ ഫയൽസിന് നമുക്ക് ഇതിനകത്ത് റൈറ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് എന്താണ്, FP1-ൻ്റെ FP2-ൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി രണ്ട് ഫയൽസിനെയും റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. If FP1 equal to F open source in read mode and FP2 equal to F open destination in read mode. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം രണ്ടും കൂടി ഒന്നിച്ച് ചെക്ക് ചെയ്യണം. If not FP1 or നോട്ട് FP2. FP1 ആൻഡ് FP2 ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും
എറർ കാണിക്കുന്ന printf /n ഫയൽ ഓപ്പൺ എറർ. ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നമുക്കത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയണം. എക്സിറ്റ് 0 കൊടുത്തേക്ക്. ഓക്കെ, ഇനി CHന്റെ വാല്യൂ നമ്മൾ ഒന്ന് ഇനീഷ്യൽ ഒരു വാല്യൂ വെച്ചിട്ട് ഒന്നുകൂടി റീസെറ്റ് ചെയ്യുന്നു. അപ്പോൾ CHനകത്ത് എൻഡ് ഓഫ് ഫയൽ മാർക്ക് ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് റീസെറ്റ് ചെയ്തു. ദെൻ വൈൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ഫയലിൻ്റെ എൻഡ് ഓഫ് ഫയൽ ആവുന്നത് വരെ നമുക്ക് റീഡ് ചെയ്യണം. get ch equal to get c of fp1 not equal to EOF അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയലിനെ കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ പറയാം. ch കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു മെസ്സേജ് കൂടി കൊടുക്കുക. printf /n content of source ഫയലിൻ്റെ കണ്ടന്റ് ഇന്നതാണെന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ നമ്മൾ എന്തിൻ്റെ ചെയ്യണം, ch equal to ch എന്ന് പറയുന്നത് ക്യാരക്ടർ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ഡബിൾ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റില്ല, അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ch equal to സിംഗിൾ കോട്ടിൽ സ്പേസ് കൊടുക്കാം. ദെൻ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്കൊന്നുകൂടി കോപ്പി ചെയ്യാം. ഇപ്പോൾ കണ്ടന്റ് ഓഫ് സോഴ്സ് ഫയൽ എന്നുള്ളതിന് പകരം നമുക്ക് ഡെസ്റ്റിനേഷൻ ഫയൽ എന്ന് കൊടുക്കാം. ഡെസ്റ്റിനേഷൻ ഫയൽ fp1 എന്നുള്ളതിന് പകരം നമുക്ക് ഡെസ്റ്റിനേഷൻ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന fp2ലാണ്. ദെൻ fp2ലുള്ള കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദെൻ fclose fp1 ആൻഡ് fclose fp2. ഓക്കെ, ഒന്നുകൂടി ഒന്ന് എവിടെയെങ്കിലും ഫയൽ കൗണ്ടർ കൊടുത്തതിലാണ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത്. അത് പേര് മാറി പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ fp2. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, കമ്പൈൽ ചെയ്യാം, എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോന്ന്. ഇപ്പോൾ ഇവിടെ 2 എറർ വന്നിട്ടുണ്ട്. അൺടെർമിനേറ്റഡ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റിപ്പറ്റി. ദെൻ ഫങ്ഷൻ കോൾ fopen ch. ഓക്കെ, ഇങ്ങോട്ട് കമ്പയർ ചെയ്ത് നോക്കാം. സക്സസ് ആണ്. ദെൻ നമ്മളതിനെ റൺ ചെയ്ത് നോക്കുന്നു. എൻ്റെ ഫയൽ നെയിം എന്ന് വെച്ചു ഞാനിവിടെ ഒരു input.txt എന്നാണ് ഫയലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഡെസ്റ്റിനേഷൻ ഫയൽ കൊടുത്തു output.txt കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡെസ്റ്റിനേഷൻ ഫയൽ ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ യെസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടിയതെന്നൊന്ന് നോക്കാം. ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ടോ എന്ന്. യൂസർ സ്ക്രീൻ കണ്ടന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ ഫയൽ ആൻഡ് കണ്ടന്റ് ഓഫ് സോഴ്സ് ഫയൽ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ സോഴ്സ് ഫയൽ ആൻഡ് ഡെസ്റ്റിനേഷൻ ഫയലിൻ്റെ കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊന്ന് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, clr scr function. Then ഇവിടെ നമുക്കൊരു get ch ഫംഗ്ഷൻ ഇവിടെ കൊടുക്കാം. വെറുതെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി, ഒരു കീക്ക് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കൂടി കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക നോട്ട് പാഡിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഫയൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു C പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി റൺ ചെയ്യാണ്. അപ്പോൾ സോഴ്സ് ഫയൽ നെയിം എന്ന് പറയുന്നത് file.c എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു ഫയൽ എക്സിസ്റ്റിംഗ് അല്ല, അതുകൊണ്ടാണ് എക്സിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഔട്ട്പുട്ടിൽ എന്താ വന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് സോഴ്സ് ഫയൽ ഓപ്പൺ ആണ്, അങ്ങനെ ഒരു ഫയൽ എക്സിസ്റ്റിംഗ് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം നേരത്തെ output.txt ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ output.txt ആണ് നമ്മുടെ സോഴ്സ് ഫയൽ.
ദെൻ ഡെസ്റ്റിനേഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ abc.txt എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ abc എന്ന് പറഞ്ഞ ഫയലിലേക്ക് output.txtയിലുള്ള കണ്ടന്റ് റൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടന്റ് ഓഫ് സോഴ്സ് ഫയൽ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ദെൻ ഡെസ്റ്റിനേഷൻ ഫയലും സെയിം വാല്യൂസ് തന്നെയാണ് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ? ഒരു ഫയൽ മറ്റൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓക്കെ.